ശ്രീ പിണറായി വിജയൻ സാറിന്. എൻ്റെ പേര് രേഖ രതീഷ്. ഞാൻ മലയാളം സീരിയൽ ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്യുന്നത്. മലയാളം സീരിയൽ ഇൻഡസ്ട്രിയിലാണോ വർക്ക് ചെയ്യുന്നത്? മലയാളം സീരിയൽ ഇൻഡസ്ട്രിയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടല്ലോ ഇതിനകത്ത്. ഇത് ഡയറക്റ്റ് ശ്രീ പിണറായി വിജയൻ CM-നുള്ള നിവേദനമാണ് സോഷ്യൽ മീഡിയയിലൂടെ പുള്ളിക്കാരി പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരെ നിങ്ങൾക്കൊക്കെ അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവര് വളരെ പ്രമുഖയായ ഒരു സീരിയൽ ആർട്ടിസ്റ്റ് ആണ്. പരസ്പരം സീരിയലിലെ മറ്റേ വില്ലത്തി കഥാപാത്രം ചെയ്ത് വളരെയധികം പ്രശസ്തി നേടിയ പേരെടുത്ത കഥാപാത്രത്തിന് ജീവൻ കൊടുത്തത് ഇവരാണ്. ഇവര് ഇപ്പൊ വന്നിട്ട് ശ്രീ പിണറായി വിജയന് സോഷ്യൽ മീഡിയയിലൂടെ ഒരു നിവേദനം കൊടുക്കുകയാണ്. എന്റെ അറിവില് പിണറായി വിജയന് അല്ലെങ്കിൽ CM-ന് ഒരു നിവേദനം കൊടുക്കണമെങ്കിൽ ഒന്നുകിൽ പരാതി എഴുതി കൊടുക്കണം, കുറഞ്ഞ പക്ഷം മെയിലെങ്കിലും അയക്കണം. അല്ലാതെ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശ്രീ പിണറായി വിജയൻ ഇതിങ്ങനെ സ്വൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേനും രേഖയുടെ വീഡിയോ കംപ്ലൈന്റ് കംപ്ലൈന്റ് ഇടാ, ഈ കംപ്ലൈന്റ് ഒന്ന് എഴുതിയെടുത്തേരെ എന്ന് എഴുതിയെടുത്ത് പരാതി സ്വീകരിക്കത്തില്ല. സോ ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം ഇത് പിണറായി വിജയൻ അറിയുക എന്നുള്ളതല്ല, സോഷ്യൽ മീഡിയ റീച്ച് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇപ്പൊ പെട്ടെന്നൊരു മറ്റേ സാധനം വിൽക്കാൻ നോക്കേണ്ട കാര്യമില്ലല്ലോ. എന്തൊരു സാധനം എന്നൊക്കെ നമുക്ക് പറയാം. നമുക്ക് ഏതായാലും ഇവരുടെ വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം കുറച്ച് കാര്യങ്ങൾ പറയാം. ഈ വീഡിയോ കാണുന്നവർ പൂർണ്ണമായിട്ടും പരമാവധി കാണാൻ ശ്രമിക്കുക. ശ്രീ പിണറായി വിജയൻ സാറിന്. എൻ്റെ പേര് രേഖ രതീഷ്. ഞാൻ മലയാളം സീരിയൽ ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്യുന്നത്. എനിക്കൊരു മകനുണ്ട്, 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. കഴിഞ്ഞ 7-9 മാസങ്ങളായി എനിക്ക് ജോലിയില്ലാതെ ഞാൻ എൻ്റെ ഫ്ലാറ്റിൽ കഴിയുകയാണ് സാർ. 7-9 മാസമായി ഞാൻ ജോലി ഇല്ലാതെ ഫ്ലാറ്റിൽ കഴിയുകയാണ് സാർ. ആയതിനാൽ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളായിരുന്നോ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളായിരുന്നോ എന്ന് ഞാൻ ചോദിച്ച സാധനം. ഇപ്പോ 7-9 മാസമായിട്ട് ജോലി ഇല്ലാതെ ഫ്ലാറ്റിൽ താമസിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും തൊഴിലില്ലായ്മയെ കുറിച്ച് ശ്രീ പിണറായി വിജയൻ CM-നെ അറിയിക്കുക എന്നുള്ളതാണ്. അല്ല, അതല്ല സംഭവം, വേറെ സംഭവം. കേൾക്കാം. 2-3 മാസങ്ങളായി ഒരു കൂട്ടം യൂട്യൂബേഴ്സ് എൻ്റെ പിന്നാലെ എന്നെക്കുറിച്ച് വളരെ മോശമായ രീതിയിൽ ക്യാപ്ഷൻസ് കൊടുത്ത് ചിത്രീകരിക്കുകയും എന്നെ ജീവിക്കാൻ അനുവദിക്കാതെ എന്നെ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യുന്നു. ഏത് യൂട്യൂബർ ഇത്? ഏതൊക്കെയോ യൂട്യൂബർ ഇവരുടെ പിന്നാലെ പതുങ്ങി ചെന്ന് ഇവരുടെ കണ്ടന്റുകൾ അടിച്ചു മാറ്റി ഇവരെ മോശമായി തമ്മിലുകളൊക്കെ കൊടുത്ത് ചിത്രീകരിച്ച് ആ ചിത്രീകരണത്തിലൂടെ ഇവരെ സമ്മർദ്ദത്തിലാഴ്ത്തുന്നു. ഇതാണ് സാധനം. ഏതാണ് യൂട്യൂബർ? അത് പറയാൻ പറ്റത്തില്ല. അത് പറഞ്ഞാൽ പിന്നെ ഇതിനകത്ത് ത്രില്ലില്ലല്ലോ, കളി മാറിയില്ലേ, അവർക്കെതിരെ കേസാവും, നടപടിയാവും, സീനൊക്കെ ആവും. അതല്ല സംഭവം. ഇത് വേറെ സംഭവം. ഈ യൂട്യൂബർ എന്ന് പറയുമ്പോഴത്തേനും അതിനകത്ത് എല്ലാവരും ഉൾപ്പെടും. നിങ്ങളെ വ്യക്തിപരമായി ഏതെങ്കിലും യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും യൂട്യൂബ് ചാനലുകളെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പേര് കൃത്യമായിട്ട് പറയണം. അല്ലാതെ ഒരുമാതിരി വാലും തലയും ഇല്ലാതെ കുറെ യൂട്യൂബർ, ഏതൊക്കെയോ യൂട്യൂബർ എന്ന് പറയുന്ന കാര്യമില്ല. അത് ഏത് യൂട്യൂബർ ആണെന്ന് പറയാനുള്ള ധൈര്യം നിങ്ങൾ കാണിക്കണം. ഇവര് വളരെ കറേജിയസ് ആയിട്ടൊരു സ്ത്രീയാണ്, വളരെ തന്റേടമുള്ളൊരു സ്ത്രീയാണ്. ഇവര് 5 വിവാഹം കഴിച്ചിട്ടുണ്ട്. ഈ 5ാമത്തെ വിവാഹമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ പറയുന്ന സോഷ്യൽ മീഡിയ സാമാനങ്ങളൊക്കെ വന്നു നിങ്ങൾ പറയുന്നത്. അപ്പോ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിക്കോളൂ. അല്ല, അത് നമുക്ക് ബാക്കി കൂടെ കേട്ടിട്ട് പറയാം. ഒരുപാട് ജീവൻ പൊലിഞ്ഞു പോകുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട്. ജീവിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന ഒരു സ്ത്രീയാണ് ഞാൻ എൻ്റെ മകന് വേണ്ടിയിട്ട്. പക്ഷെ ഈ യൂട്യൂബേഴ്സ് കാരണം എനിക്ക് മുന്നോട്ട് ജീവിച്ചു പോകാനുള്ള ശേഷി ഇല്ലാതെ ആകുകയാണ്. ഏത് യൂട്യൂബേഴ്സ് കാരണം? ഈ യൂട്യൂബേഴ്സ്, ആ യൂട്യൂബേഴ്സ്, മറ്റേ യൂട്യൂബേഴ്സ്, മറിച്ച് യൂട്യൂബേഴ്സ് എന്ന് പറയുന്നത് അവരുടെ പേര് പറയണം. നമ്മൾ മുമ്പേ പറഞ്ഞു നിർത്തിയ സാധനങ്ങളിലേക്ക് വരാം. ഇവര് 5 വിവാഹം കഴിച്ചൊരു സ്ത്രീയാണ്. ഇവരിപ്പോ പറയുന്നത് ഇവരുടെ ചില കാര്യങ്ങൾ എടുത്തിട്ട് മോശമായിട്ടുള്ള തമ്മിലുകളൊക്കെ ഇട്ടിട്ട് ഇവരെ സമൂഹ മാധ്യമങ്ങളിൽ മോശമായി ചിത്രീകരിക്കുന്നു. ഇതാണ് ഇവർ പറയുന്ന സാധനം. ഇവര് 5 വിവാഹം കഴിച്ചൊരു സ്ത്രീയാണ്. ആദ്യത്തെ വിവാഹം കഴിച്ചു, ഈ വിവാഹം ഫ്ലോപ്പായി. 2ാമത്തെ വിവാഹത്തിലേക്ക് ഇവർ ചെന്നു. 2ാമത്തെ വിവാഹത്തിൽ നിന്നും ഇവരിറങ്ങി 3ാമത്തെ വിവാഹത്തിലേക്ക് കഴിച്ചു. 3ാമത്തെ വിവാഹത്തിൽ നിന്ന് ഇവര് 4ാമത്തെ വിവാഹത്തിലേക്ക് പോയി. ഇങ്ങനെ മാറാന് ഒരു പ്രത്യേക തരത്തിലുള്ള ഗട്ട്സും കറേജസും വേണം. കാരണം ഇങ്ങനെ പോകുമ്പോഴത്തേനും നമ്മുടെ സമൂഹത്തിലുള്ള ആൾക്കാർ പല വിധത്തിലും പല തരത്തിലും പല രീതിയിലും പറയും. ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അവൾ 1 കെട്ടി, ഓക്കെ, അത് പോയി 2 കെട്ടി, ഓക്കെ ഫൈൻ, അതുവരെ നമ്മുടെ സൊസൈറ്റി അക്സെപ്റ്റ് ചെയ്യും. അതിനപ്പുറം 3 കെട്ടി, 4 കെട്ടി, 5 കെട്ടി എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ സമൂഹത്തിൽ പല ആൾക്കാരും പലതും പറയും. അങ്ങനെ പറയുമെന്ന് അറിഞ്ഞത് കൊണ്ട് തന്നെ ഇവര് 4-5 വിവാഹത്തിലേക്ക് കടന്നു. അതിനൊന്നും ഞാൻ തെറ്റ് പറയുന്നില്ല, അവരുടെ ജീവിതമാണ്, അവർക്ക് ചൂസ് ചെയ്യാം. അങ്ങനെ ഒരു വിവാഹത്തിലേക്ക് കടക്കാനും അത് സമൂഹത്തിന് മുമ്പിൽ പബ്ലിഷ് ചെയ്യാനും അതിനെതിരെ വരുന്ന സാധനങ്ങൾക്കെതിരെ നിൽക്കാനും കറേജിയസ് ആയിട്ടുള്ള ഇവർക്ക് ഇപ്പോ ചില യൂട്യൂബേഴ്സ് പറയുന്ന പ്രശ്നം, ചില യൂട്യൂബേഴ്സ് കേട്ടോ, ആരാന്ന് പറയത്തില്ല, ചില യൂട്യൂബേഴ്സ്, ഏതോ ചില യൂട്യൂബേഴ്സ് പറയുന്നു, അവര് പറയുന്ന സാധനങ്ങളാണ് പ്രശ്നം. അത് കേൾക്കാം, എന്താ കേൾക്കാം. മാനസികമായിട്ടുള്ള സമ്മർദ്ദം, എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല സാർ. തുടങ്ങി പരസ്പരം സീരിയൽ തുടങ്ങി, നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്. ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തീർച്ചയായും
എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യം വന്നാൽ എന്നെ തേജോവധം ചെയ്യുന്ന ഈ യൂട്യൂബേഴ്സ് തന്നെയാണ് ഇതിന്റെ പിന്നിലുള്ള കാരണം എന്ന് എനിക്ക് അറിയിക്കണം. എന്നെ തേജോവധം ചെയ്യുന്ന യൂട്യൂബേഴ്സ്, ഈ തേജോവധം ചെയ്യുന്ന യൂട്യൂബേഴ്സിന്റെ തേജോവധം കാരണം ഇവര് ഒരു പക്ഷേ ജീവൻ ഒടുക്കിയേക്കാമെന്നൊരു സാധനമാണ് പറയുന്നത്. എന്നാലും യൂട്യൂബേഴ്സിന്റെ പേര് ഞാൻ പറയത്തില്ല. ഇതൊക്കെയാണ് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത സാധനം. എന്നെ ഒരുത്തൻ വ്യക്തിപരമായി അല്ലെങ്കിൽ കുറച്ച് ആളുകൾ ചേർന്ന് വ്യക്തിപരമായി അറ്റാക്ക് ചെയ്യുമ്പോഴത്തേനും അവര് കാരണം എന്റെ ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലാണെന്ന് അറിയുമ്പോഴും അവരെ പ്രൊട്ടക്ട് ചെയ്യണം. അവരുടെ പ്രൈവസി നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവരുടെ പ്രൈവസി നമ്മൾ പുറത്തു കളയാൻ പാടില്ല. ആ ടെക്നോളജി എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. ഇവര് നമ്മൾ മുമ്പ് പറഞ്ഞ തന്നെ വളരെ കറേജസ് ആയിട്ട് സ്ത്രീയാണ്. ഇതിനെയൊക്കെ നേരിടാനുള്ള ശക്തിയും ആർജവും ആവേശവും എല്ലാവർക്കും ഉണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഇവര് കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഈ പറയുന്ന സാധനങ്ങളൊക്കെ വന്നത്. ഇതൊന്നും ഞാൻ തപ്പിയിട്ട് കണ്ടൊന്നുമില്ല. ഞാൻ പിന്നെ ചിലരെ വിളിച്ച് ചോദിച്ചപ്പോഴാണ് ഇങ്ങനത്തെ കഥകളൊക്കെ അറിഞ്ഞത്. ഏതായാലും ഇപ്പോ ഇങ്ങനൊരു വീഡിയോ ഇടാനുള്ള കാരണം ബാക്കി അവിടെ കണ്ടു പറയാം. ഇതുകൊണ്ടെങ്കിലും ഇവിടെ അവസാനിക്കണം ഈ കാര്യങ്ങൾ. എന്നെ മാത്രമല്ല, എന്റെ ഫീൽഡിലുള്ള ഒരു കൂട്ടം ആൾക്കാരെ ഇതുപോലുള്ള കാര്യങ്ങൾ കൊണ്ട് ചൂഷണം ചെയ്യുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്. ദയവേത് ഇതിനെതിരെ ശക്തമായ ഒരു തീരുമാനമെടുക്കണം. എനിക്ക് വേണ്ടി മാത്രമല്ല, ഇനിയുള്ള എന്റെ സഹോദരന്മാരും സഹോദരിമാർക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകാതെ സർക്കാർ ഒരു തീരുമാനമെടുത്ത് ഇതിൽ നിന്നും ഞങ്ങളെ എല്ലാവരും രക്ഷിക്കണമെന്ന് താഴ്മയോടുകൂടി ഞാൻ അപേക്ഷിക്കുന്നു. ഇതിപ്പോ പറഞ്ഞ സാധനം ഉണ്ടല്ലോ, നമ്മളിപ്പോ ഈ പറഞ്ഞ സാധനം ഇത് അതേപോലെ ഒരു പേപ്പറിൽ എഴുതി CM ഓഫീസിൽ എത്തിക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ സാധനം അതേപോലെ മെയിലാക്കി CM ഓഫീസിലേക്ക് മെയിൽ അയച്ചു കൊടുക്കുക. ഇതാണ് ഇതിന് ചെയ്യേണ്ട സാധനം. നിങ്ങൾക്കെതിരെ സൈബർ ബുള്ളിങ് ഉണ്ടാകുമ്പോഴത്തേനും ബഹുമാനപ്പെട്ട CM വേണ്ടിയിട്ട് ഞാൻ ഇവിടെ സമർപ്പിക്കുന്ന പരാതി നിവേദനം എന്നൊന്നും പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് കാര്യമില്ല. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിട്ടത് വെച്ചിട്ട് കേസ് എടുക്കാനുള്ള വകുപ്പുകളൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. സോ ഇത് CM മാത്രമായിട്ട് അറിയിച്ച സാധനമാണ്. CM വേണ്ടിയിട്ടാണ് പറഞ്ഞത്, സർക്കാരിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പോ ഇത് നമ്മളിലേക്ക് എത്തിക്കാൻ മറ്റൊരു കാരണം ഉണ്ടാവുമല്ലോ. എന്തായാലും ഇവരുടെ ചാനലുകളിലൊക്കെ ഞാൻ ഇങ്ങനെ ബ്രൗസ് ചെയ്ത് നോക്കിയപ്പോഴത്തേനും ഇവര് ഒരു പോസ്റ്റ് ഇട്ടേക്കുന്നുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്. നമുക്ക് ആ പോസ്റ്റ് കാണാം. എന്റെ ജീവിതത്തിൽ ഇന്ന് ഞാൻ ഏറ്റവും വലിയൊരു തീരുമാനമെടുക്കുകയാണ്. എന്റെ ജീവിതത്തിലൂടെ കടന്നുപോയ കാര്യങ്ങൾ എല്ലാവർക്കും വേദനയും നിശബ്ദതയും ഒരുപാട് ചോദ്യങ്ങൾ. ഈ സാധനം ഇട്ട് കഴിഞ്ഞാൽ സ്ട്രൈക്ക് അടിക്കുമെന്ന് തോന്നുന്നു. ബാക്കി എന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ സ്ട്രൈക്ക് കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഏതായാലും ഇവരുടെ ജീവിതത്തിൽ ഏതോ വലിയൊരു തീരുമാനം എടുക്കാൻ പോവാണ്. ആ തീരുമാനം ജനങ്ങളെയും കൂടെ അറിയിക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർക്കൊരു കോൾ വരുന്നു. ആ കോളിനകത്ത് ഒരാൾ കോൾ അറ്റൻഡ് ചെയ്യുന്നു. കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരാളായിട്ട് വീഡിയോ കോൾ ചെയ്യുന്നു, കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. അതിന് ബാക്കി കാര്യങ്ങൾ അറിയാനായിട്ട് വെയിറ്റ് ഫോർ റിവീൽ എന്നും പറഞ്ഞിട്ട് ഉണ്ട് സംഭവം. ഇത് കാണുമ്പോൾ നമ്മൾ എന്തൊരു ഓർക്കും, ഈ പുള്ളിക്കാരി കണ്ട് വീണ്ടും വിവാഹം കഴിക്കാൻ പോകുന്നു നമ്മൾ ഓർക്കും. നല്ല സംഭവം. ഈ പുള്ളിക്കാരി മറ്റൊരു റീലും കൂടെ പോസ്റ്റ് ചെയ്തു. ആ റീലെന്നാണ് എന്റെ ജീവിതത്തിലെ ഒരു വലിയ തീരുമാനം. അതെന്താണെന്നല്ലേ, അതിന്റെ ഭാഗമായുള്ള ഒരു യാത്രയാണിത്. ഞാൻ മനസ്സുകൊണ്ട് വളരെ ആഗ്രഹിച്ച ആ ഒരു സ്വപ്നം, അതിനുള്ള തയ്യാറെടുപ്പ്. യാത്രയിൽ എനിക്കൊപ്പം ഈശ്വർ കൃഷ്ണയും ഉണ്ടായിരുന്നു. വെയിലൊക്കെ ഈ പുള്ളിക്കാരനാണ് മുമ്പ് വീഡിയോ കോൾ വന്നത് കേട്ടോ. അപ്പൊ ഇവര് രണ്ടും കൂടെ എവിടേക്കോ എന്തൊരു ജീവിതത്തിലെ വലിയൊരു തീരുമാനം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതികഠിനമായ യാത്രയിലാണ്. ഞങ്ങൾ ആകെ ക്ഷീണിച്ചു, പക്ഷേ അതൊന്നും കൊണ്ട് നമ്മൾ തളരില്ലല്ലോ. ക്ഷീണം മാറ്റാൻ വെള്ളമൊക്കെ കുറിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. അങ്ങനെ ഫൈനലി ഞങ്ങൾ കാഞ്ചീപുരം സാരിയുടെ ഒരു വലിയ ലോകത്തെത്തി. സ്വാഭാവികം, സോഷ്യൽ മീഡിയ അത്യാവശ്യം ക്ലിക്കായിട്ട് നിൽക്കുന്നവർക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ബിസിനസ് ആണ് വസ്ത്രങ്ങളുടെ ബിസിനസ്. പ്രത്യേകിച്ച് സാരി, ചുരിദാർ, ചപ്പൽ, കമ്മൽ, വള, മല ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ഇവര് കച്ചവടം ചെയ്യുന്നത് വളരെ സ്വാഭാവികമായിട്ട് നമ്മൾ കാണുന്ന സാധനമാണ്. ഇവരും അത് തന്നെയാണ് ചെയ്യുന്നത്. ഇവര് കാഞ്ചീപുരത്ത് ഒരു സാരി എടുത്ത് ആ സാരി വിൽക്കുന്ന ഒരു ബിസിനസ് ആണ് ഇവർ സ്റ്റാർട്ട് ചെയ്തത്. ഈ ബിസിനസിന്റെ ലോഗോ ഇതുവരെ ഇവര് പ്രകാശനം ചെയ്തിട്ടില്ല. അപ്പൊ ഈ ലോഗോ പ്രകാശനം ചെയ്യുന്നതിന് മുമ്പ് ഈ ചാനലിലേക്ക് ഇല്ലെങ്കിൽ ഇവരുടെ ഈ പേജിലേക്ക് ഒരു ട്രാക്ഷൻ വരണം, ആളുകളുടെ ഒരു അട്രാക്ഷൻ വേണം. അതിനുവേണ്ടി ചെയ്തതാണോ ഈ സാധനം? എനിക്കൊരു സംശയം തോന്നി. എന്റെ സംശയം മാത്രം കേട്ടോ. എനിക്കങ്ങനെ സംശയം തോന്നാനുള്ള കാരണം ഇവര് സൈബർ ബുള്ളിങ് നേക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവര് വളരെ കറേജിയസ് ആയിട്ടൊരു സ്ത്രീയാണ്, വളരെ തൻ്റെയുള്ള ഒരു സ്ത്രീയാണ്. അതുകൊണ്ട് ഇതൊരു ഫേക്കപ്പ് നാടകം പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. നിങ്ങൾക്ക് ആർക്കും അങ്ങനെ ഫീൽ ചെയ്യണമെന്നില്ല, എനിക്ക് ഫീൽ ചെയ്തു. കാരണം ആ സംസാരിച്ച രീതികളും അവതരിപ്പിച്ച സാധനങ്ങളും CM ഒരു നിവേദനം ജനങ്ങളിലേക്ക് ഇട്ടിരുന്നൊക്കെ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി. ബാക്കിയാണ് ഏകദേശം നിങ്ങൾക്ക് കാര്യം ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ അല്ലേ? എല്ലാം മനസ്സിലായി. ഞാൻ ബ്രാൻഡിംഗ് പാർട്ണർ ആയിട്ടുള്ള ലോട്ടസ് ലൂം എന്ന ഓൺലൈൻ സാരി ഷോപ്പ്. പർച്ചേസ് എല്ലാം ഓക്കെ. ഓൺലൈൻ സാരി ഷോപ്പ്. ഇവര് ഈ പേജുമായിട്ട് കൊളാബ് ചെയ്തിട്ടാണ് ഈ സാധനങ്ങളൊക്കെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ലോട്ടസ് ലൂം ഇന്ത്യ 2 പോസ്റ്റുകൾ, 2072 ഫ്ലവേഴ്സ്, 2 ഫ്ലൈയിങ്, അങ്ങനെയൊക്കെ ഇട്ടിട്ട് ഒതന്റിക് സാരീസ്, പ്രീമിയം പാക്സ് എന്നൊക്കെ പറഞ്ഞിട്ടിട്ടുണ്ട്. ഒരു സാരിയുടെ ബിസിനസ് തുടങ്ങി, ഒരു കച്ചവടം തുടങ്ങി.
ആ കച്ചവടത്തിന് ഇതിലും നല്ലൊരു പ്രൊമോഷൻ ഇല്ല, ഇതിലും നല്ലൊരു പ്രൊമോഷൻ വരാനില്ല. ഇതെനിക്ക് വെറും പ്രൊമോഷനായിട്ട് തോന്നാനുള്ള കാരണം എന്താണെന്നറിയോ? നിങ്ങളുടെ അവതരണ രീതിയാണ്. നിങ്ങൾ ഇത് മുഖ്യമന്ത്രിക്കുള്ള കത്ത് സോഷ്യൽ മീഡിയയിൽ വന്ന് പബ്ലിഷ് ചെയ്യുന്നു, എന്നിട്ട് നിങ്ങളുടെ കരച്ചിലും അതിനുശേഷം ലോഗോ പ്രകാശനം ചെയ്യുമെന്ന് പറഞ്ഞൊരു സാധനത്തിന്റെ പുറകെ ഈ സാധനം വരുന്നതും, ദിവസങ്ങൾക്ക് മുമ്പ് 2-3 മാസങ്ങൾക്ക് കൊണ്ടേ അറ്റാക്ക് ചെയ്യുന്നു പറഞ്ഞു, അന്നൊന്നും ഇല്ലാത്തൊരു സാധനം ഇപ്പൊ വരുന്നതൊക്കെ കാണുമ്പോഴത്തേനും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ പ്രൊമോഷൻ ചെയ്തു, പ്രൊമോഷൻ ചെയ്യുന്നതിന് യാതൊരു പ്രശ്നമില്ല. പക്ഷെ ജനങ്ങൾ പൊട്ടന്മാരാണ് ചിന്തിക്കല്. പൊട്ടന്മാരായിട്ട് ഇരിക്കുന്ന ആൾക്കാരും ഉണ്ടാവും, എനിക്കറിയില്ല. ഏതായാലും ഇവരെ മോശമായിട്ടുള്ള രീതിയിൽ സൈബർ ബുള്ളിങ് ചെയ്യുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ആ സൈബർ ബുള്ളിങ് ഒക്കെ അവസാനിപ്പിക്കുക. അതൊക്കെ മ്ലേച്ഛപാടെ, മോശപാടെ, അതൊന്നും ചെയ്യാൻ പാടില്ല. പക്ഷേ സോഷ്യൽ മീഡിയയിൽ വന്നൊരു സാധനത്തിന് ആൾക്കാർ അഭിപ്രായം പറയും. ആ അഭിപ്രായം പറയുന്നതിനോട് നമുക്ക് തെറ്റ് പറയാനൊന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും ഇവരുടെ ഈ കഥ, ഇവരുടെ ഒരു ലോഗോ റിലീസ് ചെയ്യുമ്പോഴത്തേനും, അല്ലെങ്കിൽ ഈ സാരി ബ്രാൻഡിന് ഒരു അട്രാക്ഷൻ കിട്ടാൻ വേണ്ടി, ഈ പേജിൽ ഒരു അട്രാക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തൊരു സാധനമായിട്ടാണ് എനിക്ക് വ്യക്തിപരമായിട്ട് ഫീൽ ചെയ്തത്. നിങ്ങൾക്ക് തോന്നി നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും നമ്മൾ കമന്റ് ബോക്സിൽ